മധ്യകേരളത്തിലും കനത്ത മഴ തുടരുകയാണ്. മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റുമൂലം പലയിടത്തും മരങ്ങൾ കടപുഴകി. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച മഴയുടെ അളവിൽ 62% വർധനവുണ്ടായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. മലയോര തീരമേഖലകൾ വ്യത്യാസമില്ലാതെ ശക്തമായ കാറ്റും മഴയും മധ്യകേരളത്തിൽ തുടരുകയാണ്. മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റാണ് പലയിടത്തും വില്ലൻ. കാറ്റിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി. മഴയോടൊപ്പമുള്ള കനത്ത കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനുകളും തകർന്ന് വൈദ്യുതി തടസ്സപ്പെട്ടു. എറണാകുളം കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ കാറിന് മുകളിൽ മരം വീണു. കണ്ണമാലി ചെല്ലാനം മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ വിജയമായതോടെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് ശമനമുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലം മുതൽ അടിമാലി വരെയും മൂന്നാർ ഗ്യാപ്പ് റോഡിലും മെയ് 30 വരെ രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അസാധാരണ അളവിൽ മഴ പെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 266.3 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. രേഖപ്പെടുത്തിയത് 620% വർധനവ്. ജില്ലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഇടവിട്ടുള്ള മഴ ജില്ലയുടെ എല്ലാ മേഖലകളിലുമുണ്ട്. പുലർച്ചെ വീശിയ കാറ്റിൽ കുന്നംകുളം നഗരസഭാ കെട്ടിടത്തിന് സമീപത്തുണ്ടായിരുന്ന മരം റോഡിലേക്ക് വീണു. പുലർച്ചെ വാഹനങ്ങളും ആളുകളും ഇല്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി. കോട്ടയം ജില്ലയിൽ മീനച്ചിലാറിൽ ജലനിരപ്പ് വർദ്ധിച്ചതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. മീനച്ചിൽ, മണിമല, മൂവാറ്റുപുഴയാർ എന്നീ നദികൾ പലയിടത്തും കരകവിഞ്ഞു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഭീമൻ ആൽമരം നിലംപൊത്തി. ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന കൂറ്റൻ ആൽമരമാണ് ഇന്ന് രാവിലെ നിലംപൊത്തിയത്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.